മുഖ്യമന്ത്രിയെ ചുമതലയേറ്റതിന് പിന്നാലെ തമിഴ്നാട്ടിൽ 717 ടാസ്മാക് മദ്യശാലകൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. 2 ആഴ്ചക്കുള്ളിൽ ഉത്തരവ് നടപ്പിലാക്കാനാണ് നിർദ്ദേശം. ടി.വി.കെ എം.എൽ.എമാരായ ജെ.സി.ഡി പ്രഭാകരനെ സ്പീക്കറായും എം രവിശങ്കറെ ഡെപ്യൂട്ടി സ്പീക്കറായും തെരഞ്ഞെടുത്തു. വിജയ് സർക്കാർ നാളെ സഭയിൽ വിശ്വാസ വോട്ട് തേടും. അണ്ണാ ഡി.എം.കെയിലെ എസ്.പി വേലുമണി വിഭാഗം ടി.വി.കെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിശ്വാസ വോട്ടെടുപ്പിൽ ടി.വി.കെയ്ക്കെതിരെ വോട്ട് ചെയ്യാൻ ഔദ്യോഗിക വിഭാഗം വിപ്പ് നൽകി. ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മത്തെ വീണ്ടും വിമർശിച്ചതും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇന്ന് വാർത്തയായി. തമിഴ്നാട്ടിൽ ബോധൈപ്പൊരുൾ കലാചാരത്തെ മുറ്റിലുമൊഴിക്ക് കടുമയായ നടപടിയെ എടുക്കപ്പെടും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള പ്രസംഗത്തിൽ ആദ്യം തന്നെ വിജയ് ആവർത്തിച്ചത് ഈ വാഗ്ദാനമായിരുന്നു. മയക്കുമരുന്ന് സംസ്കാരത്തിനെതിരായ കടുത്ത നടപടി വരുന്നുവെന്ന് അതിതാ സർക്കാർ ഉത്തരവായി മാറിക്കഴിഞ്ഞു. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷന്റെ 717 മദ്യശാലകൾ 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടണം. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ ചുറ്റളവിലുള്ള ടാസ്മാക് മദ്യശാലകൾക്കാവും പൂട്ടുവീഴുക. നാളെ വിജയ് മന്ത്രിസഭ വിശ്വാസ വോട്ട് തേടും. ഇന്ന് നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ചെന്നൈ 1000 ലൈറ്റ്സിൽ നിന്നുള്ള ടി.വി.കെ എം.എൽ.എ ജെ.സി.ഡി പ്രഭാകർ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി വിജയാണ് പ്രഭാകറുടെ പേര് നിർദ്ദേശിച്ചത്. ടി.വി.കെയുടെ തന്നെ തുറയൂർ എം.എൽ.എ എം രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. തമിഴ്നാടിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുമെന്ന് ആദ്യ സഭാ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വിജയ്. நிச்சயமாக தமிழக வெற்றி கழக உறுப்பினர்கள் அனைவருமே உங்களுக்கு உதவிகரமாகவே இருப்பார்கள் என்கிற வாக்குறுதியை அரசியலுக்கு அப்பாற்பட்டு மனிதர்களை மதிக்கும் நல்ல பண்புகள் நிலைநாட்டப்பட வேண்டும், தமிழ் பண்பாடு போற்றப்பட வேண்டும், அவையின் மரபும் மாட்சிமையும் மதிப்பும் காக்கப்பட வேண்டும் என்ற நல்லெண்ணத்தின் அடிப்படையில் அந்த பதவி ஏற்றுள்ள தங்கள் இருவராலும் காப்பாற்றப்படும் என்னும் நம்பிக்கையை மீண்டும் தெரிவித்து എൻ ഉറയെ നിറവ് ചെയ്യുകയും നന്ദി വണക്കം. ഇന്നലെ എം.കെ. സ്റ്റാലിൻ അടക്കം മുതിർന്ന നേതാക്കളെ സന്ദർശിക്കാൻ കാട്ടിയ രാഷ്ട്രീയ മര്യാദ സഭയിലും വിജയ് സർക്കാർ തുടരണമെന്ന് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. മുഖ്യമന്ത്രിയും താനും ഒരേ കോളേജിൽ ഒരേ സമയം പഠിച്ചവരാണ്. ഭരണകാര്യങ്ങളിൽ ഡി.എം.കെയുടെ പരിചയം വിജയ് പരിഗണിക്കണം. തമിഴ്നാടിന്റെ വികസനത്തിനായി സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഡി.എം.കെ തയ്യാറാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ് തായ്വാഴ്ത്തിന് മുൻപ് വന്ദേമാതരം ആലപിച്ചതിനെ ഉദയനിധി വീണ്ടും വിമർശിച്ചു. എന്നാൽ വിജയെ കുറ്റപ്പെടുത്താതെ വിമർശനം ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് നേരെയായിരുന്നു ഇത്തവണ. ഗവർണർ ആരാണെന്ന് നമുക്കറിയാം. ഇങ്ങനെ വീണ്ടും സംഭവിക്കാൻ അനുവദിക്കരുത്. സനാതനധർമ്മം ഇല്ലാതാവേണ്ടതാണെന്ന തന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ആദ്യ പ്രസംഗത്തിലും ഉദയനിധി ആവർത്തിച്ചു. பாஜக ஆட்சிக்கு வந்திருக்கக்கூடிய மேற்கு வங்க மாநிலத்தில் பதவியேற்பு நிகழ்ச்சியின் போது வந்தே மாதரம் பாட்டு பாடப்படலை. ஆனால் இங்கே தமிழ்நாட்டில் அது பாடப்பட்டிருக்கு. மேற்கு வங்கத்தில் இன்னைக்கு யாரு ஆளுநராக போய் உட்கார்ந்துருக்காங்க அப்படின்னு உங்க அத்தனை பேருக்கும் தெரியும், சொல்ல வேண்டிய அவசியம் இல்லை. அவர் இங்கே ஆளுநராக இருந்தப்போ தமிழ்நாடு சட்டமன்ற பேரவையில் தமிழ்தாய் வாழ்த்துக்கு முன்னாடி தேசிய கீதம் பாடணும்னு பேரவையினுடைய மரபையே மாற்ற சொன்னவர் தான் இன்னைக்கு மேற்கு வங்கத்தில் ஆளுநராக இருக்கிறார். ஆகவே ஏற்கனவே உங்களுடைய அரசனுடைய பதவியேற்பு விழாவில் நடந்த அந்த சம்பவம், அந்த தவறு மீண்டும் இந்த பேரவையில் നടപ്പതற்கு നിങ്ങൾ അനുവദിക്കக்கூடாது, നാങ്ങൾ അനുവദിക്ക മാട്ടോം. ഇതിനിടെ ഒറ്റ വോട്ടിന് വിജയിച്ച ടി.വി.കെയുടെ തിരുപ്പത്തൂർ എം.എൽ.എ ശ്രീനിവാസ സേതുപതിയെ സഭാ നടപടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ഹൈക്കോടതി തടഞ്ഞു. ഡി.എം.കെ സ്ഥാനാർത്ഥി പെരിയകറുപ്പന്റെ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. വിശ്വാസ വോട്ടെടുപ്പിൽ ശ്രീനിവാസ സേതുപതിക്ക് പങ്കെടുക്കാനാകില്ല. ഉത്തരവിനെതിരെ ടി.വി.കെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. അതേസമയം മുതിർന്ന എം.എൽ.എമാരായ എസ്.പി വേലുമണി, സി.വി ഷൺമുഖം എന്നിവരുടെ നേതൃത്വത്തിലുള്ള 27 അണ്ണാ ഡി.എം.കെ എം.എൽ.എമാർ വിജയ് സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് ആവർത്തിച്ചു. അതിനിടെ വിശ്വാസ വോട്ടെടുപ്പിൽ ടി.വി.കെക്കെതിരായി വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് എം.എൽ.എമാർക്ക് എ.ഐ.എ.ഡി.എം.കെ വിപ്പ് നൽകി. പാർട്ടി നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ഇ.പി.എസ് വിഭാഗം നേതാവ് അഗുരി കൃഷ്ണമൂർത്തി പറഞ്ഞു. പിന്നാലെ സി.വി ഷൺമുഖത്തെ മുഖ്യമന്ത്രി വിജയ് വീട്ടിലെത്തിക്കണ്ടു. മറ്റ് വിമത വിഭാഗം എം.എൽ.എമാരുമായും വിജയ് ചർച്ച നടത്തി. ടി.വി.കെക്ക് പിന്തുണ പ്രഖ്യാപിച്ച എ.എം.എം.കെയുടെ ഏക എം.എൽ.എ എസ് കാമരാജിനെ ടി.ടി.വി ദിനകരൻ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ടി.വി.കെയുടെ വിജയം പ്രവചിച്ച ജോത്സ്യൻ റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേലിന് വിജയ് സർക്കാരിൽ പ്രത്യേക പദവി നൽകിയതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഇന്നത്തെ രാഷ്ട്രീയ കൗതുകം. രാഷ്ട്രീയ കാര്യങ്ങൾക്കായുള്ള സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായാണ് നിയമനം. സത്യപ്രതിജ്ഞയ്ക്ക് മുഹൂർത്തം കുറിച്ചതിലടക്കം വെട്രിവേലിന് പങ്കുണ്ടെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.